ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 22-ന്റെ 37 മുതൽ 39 വരെ. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതെന്ന് കർത്താവിനോട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചോദിച്ച പരീശന്മാരോടുള്ള മറുപടിയിൽ ന്യായപ്രമാണത്തിൻ്റെ സാരാംശങ്ങളെല്ലാം ഒറ്റ വാക്കിൽ കർത്താവ് ഒതുക്കാൻ ശ്രമിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുക, അത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും മുഴുവാളത്വത്തോടുകൂടി ദൈവത്തെ സ്നേഹിക്കുക, കൂട്ടുകാരനെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കുക. എല്ലാ ന്യായപ്രമാണത്തിൻ്റെയും സാരാംശം ഇതിലുണ്ട് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. യഹൂദന്മാരുടെ ക്ഷേമ പ്രാർത്ഥനയാണ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുക. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ക്ഷേമ പ്രാർത്ഥന അങ്ങനെ തന്നെ യേശു ഉദ്ധരിക്കുന്നു. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഇതിൽ പൂർണ്ണ ശക്തി എന്നതിന് വിശുദ്ധ മത്തായി പൂർണ്ണ മനസ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്നേഹമെന്ന് പറയുന്നത് ഒരു വികാരമല്ല, ഒരു തോന്നലല്ല, പിന്നെയോ ഉടമ്പടിയോടുള്ള വിശ്വസ്തതയാണ്. അപ്പോൾ അതൊരു തീരുമാനവും ആ തീരുമാനം അനുസരിച്ചുള്ള നടപടിയുമാണ്. പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ചിത്തം, വിൽ. പൂർണ്ണമായ ആത്മാവ് എന്നതിന് സമ്പൂർണ്ണ ജീവൻ എന്നാണ്, ലൈഫ് എന്നുമാണ് അർത്ഥം. പൂർണ്ണ ശക്തി എന്ന് പറഞ്ഞാൽ സർവസമ്പത്തും, അതായത് വെൽത്ത് എന്ന സൂചനയുണ്ട്. ചിത്തവും ജീവനും സമ്പത്തും ദൈവത്തെ സ്നേഹിക്കാനായി ഉപയോഗിക്കുക. കർത്താവിനെ സ്നേഹിക്കുന്നുവെന്ന് വാക്കുകൾ കൊണ്ട് പറയുക മാത്രമല്ല, പിന്നെയോ ഈ 3 കാര്യങ്ങളിലും പൂർണ്ണമായി ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കണം. വിശുദ്ധ മത്തായി സമ്പത്ത് എന്നതിന് പകരം മനസ്സെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹൃദയം, മനസ്സ്, ആത്മാവ് എന്നിവ മനുഷ്യൻ്റെ വ്യത്യസ്ത ശരീരഭാഗങ്ങളെ അല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ അവൻ്റെ ആളത്വത്തിൻ്റെ സമഗ്രതയിൽ ദൈവത്തെ സ്നേഹിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനമായ കൽപ്പന. അങ്ങനെ യേശു മോശയുടെ ന്യായപ്രമാണത്തെ സമഗ്രവും സമ്പൂർണവുമായ നിയമസംഹിതയായി അവതരിപ്പിച്ചു. അതിനെ തുണ്ടം തുണ്ടമാക്കാനാകില്ല. ദൈവസ്നേഹത്തിൽ നിന്ന് മറ്റെല്ലാ നിയമങ്ങളും ഉരുത്തിരിയുന്നു. മറ്റെല്ലാ നിയമങ്ങൾക്കും താങ്ങായി ദൈവസ്നേഹത്തെ നിലനിർത്തുകയും വേണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാൻ സാധിക്കും. പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. അതായത് ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഒരു പുതിയ വസ്തു എന്തെങ്കിലും, അത് ഖരമോ ദ്രാവകമോ എന്തെങ്കിലും ആകട്ടെ, നമ്മൾ നിറയ്ക്കണമെങ്കിൽ അതിനുള്ളിലുള്ളത് ആദ്യം എടുത്ത് പുറത്ത് കളയണം. നമ്മുടെ മനസ്സിലുള്ളത് ചില കാര്യങ്ങളൊക്കെ എടുത്ത് കളയാതെ ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണമായി നമ്മിൽ നിന്ന് ഒരിക്കലും പ്രവഹിക്കില്ല. അത് മനസ്സിനെ അങ്ങനെ നിറയ്ക്കാനും സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ നിറവ് ഒരു ഹൃദയത്തിലുണ്ടാവണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള മറ്റു ചില വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും മറ്റു ചില സ്നേഹങ്ങളെയും ലൗകികമായിട്ടുള്ള ചിന്തകളെയും ഒക്കെ ഒന്ന് മാറ്റി നിർത്തിയെങ്കിൽ മാത്രമേ അതിനെ ദൈവസ്നേഹത്താൽ നിറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ജീവിതം നയിപ്പാൻ നമ്മളെ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശ്രേഷ്ഠമായ ജീവിതമാണ്, അതേറ്റവും ഭാഗ്യകരമായ അനുഭവമാണ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ അതിനുവേണ്ടി സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി സ്നേഹിപ്പാനുള്ള കൃപ നൽകണമേ.
ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കളയുന്ന മറ്റെല്ലാ ബാഹ്യശക്തികളെയും പ്രേരണകളെയും ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും സ്വാധീനങ്ങളെയും അകറ്റി നിർത്തി ജീവിക്കാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും നിറവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.